ആദ്യമായിട്ട് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലർ എന്ന് പറയുന്ന ആൾ ഒരു മാന്യതയുടെ മുഖം ആണ് സംസ്ഥാനത്തെ സംബന്ധിച്ച്. അങ്ങനെയാണ് നിലനിന്നിരുന്നത്. അതുമാത്രവുമല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ ചാൻസലർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, കഴിഞ്ഞ 2021 ശേഷം 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുതൽ മുടക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ സർവകലാശാലകളൊക്കെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി എന്ത് മാത്രം ശ്രമമാണ് ഒരു സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് അതിന് സംസ്ഥാന ഫണ്ടഡായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒരു സേ ഉണ്ടായിരിക്കണം എന്നുള്ളത് ന്യായമായിട്ടും ഒരു അവകാശമാണ്. അത് മുൻകാലങ്ങളിൽ നടന്നിരുന്നു. ഇപ്പോൾ ശ്രീ ശശികുമാർ പറഞ്ഞതുപോലെ മറ്റ് അതിനകത്തൊരു രാഷ്ട്രീയമാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈ 3 സെർച്ച് കമ്മിറ്റി 3 പേരെ വച്ചുകൊണ്ട് ആ 3 പേരിൽ നിന്നും 3 to 5 persons അതെടുത്തുകൊണ്ട് പരമാധികാരി എന്നുള്ളത് ചാൻസലറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് പൊതുവായിട്ട് ഇതൊരു ഹൈറാർക്കിക്കലായിട്ട് നോക്കുമ്പോൾ ആദ്യം വൈസ് ചാൻസലർ നിയമനം, അതിനുശേഷമുള്ള ടീച്ചേഴ്സ് അപ്പോയിൻമെൻറ്റിൽ പോലും വൈസ് ചാൻസലർമാരാണ് പരമാധികാരികൾ. ടീച്ചേഴ്സ് അപ്പോയിൻമെൻറ്റ് അതിനകത്ത് എല്ലാ നോമിനേഷൻസും വൈസ് ചാൻസലറാണ് നടത്തേണ്ടത്. അതിനകത്ത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ വൈസ് ചാൻസലർ നോമിനിയായിട്ട് വരുന്ന അധ്യാപകർ, അപ്പോൾ എങ്ങനെയാണ് ഇത് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് എന്ന് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വളരെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഈ കേന്ദ്ര നയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു നയപരമായിട്ടുള്ള കാര്യങ്ങൾ താഴേക്ക് ഇറക്കി വിടുന്നത് എന്ന്. കേന്ദ്ര നയമെന്ന് പറഞ്ഞത് മോശമായിട്ടുള്ള നയങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഈ പറയുന്ന കാവ്യവൽക്കരണമായാലും മറ്റ് ഈ ചരിത്ര നിഷേധമായാലും ഒക്കെ തന്നെ ആ നയങ്ങൾ താഴോട്ട് ഇറക്കി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത്. അതിനുശേഷമുള്ള ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനുശേഷം ഉള്ള കാര്യങ്ങൾ കരാർ നിയമനവുമായി ബന്ധപ്പെട്ട് പരമാവധി 10% കരാർ നിയമനമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അത് പറയുന്നില്ല. അപ്പോൾ കരാർ നിയമം കോൺട്രാക്ച്വൽ അപ്പോയിൻമെൻറ്റ്സ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് സ്ഥാപിച്ചു കഴിഞ്ഞു. നേരത്തെ അത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ജസ്റ്റ് പരാമർശിച്ചു പോയത്, ഇത് സ്ഥാപിച്ചു കഴിയും അത് ഈ 10% ആവാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ FIUGP UG കോഴ്സ് കഴിഞ്ഞിട്ട് 75% മാർക്കോട് കൂടി FIUGP പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് PhD ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ലഭിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ UG PG യും PGയും മറ്റ് സബ്ജക്റ്റുകളിലാണെങ്കിലും PhD ബേസ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നിയമനം ലഭിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UG PG മറ്റ് ഏതെങ്കിലും സബ്ജക്റ്റിൽ എടുത്തുകൊണ്ട് PhD മറ്റൊരു സബ്ജക്റ്റിലാണ് ഇപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം മൈനർ കോഴ്സുകൾ, ഏതെങ്കിലും മൈനർ കോഴ്സിലാണ് കുട്ടിക്ക് താല്പര്യമെങ്കിൽ ആ കോഴ്സുമായിട്ട് PhD. പക്ഷേ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് ക്ലാസ്സിൽ എങ്ങനെയാണ് അത് ട്രാൻസാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പിന്നോട്ട് പോക്ക്. അതുപോലെ തന്നെ അത് ഇതിനകത്ത് ഒരു വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇതിനകത്തൊരു വയലേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന റെഗുലേഷൻ അല്ലെങ്കിൽ നിബന്ധനകൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ഈ അഫിലിയേഷൻ തന്നെ പിൻവലിക്കുമെന്നാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത്രയും കാലമായിട്ട്. അത് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വയലേഷൻ അല്ലെങ്കിൽ അത് ഈ വയലേഷൻ ആരോപിച്ചു കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. അത് ആ രീതിയിൽ ചെയ്യാമല്ലോ. അപ്പോൾ 12B2F എന്നുള്ള ആ അഫിലിയേഷൻ സംവിധാനം ആ സ്ഥാപനത്തിന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴ്സ് അഫിലിയേഷൻസ് ആ കോളേജിലെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സ് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ അത് പൂർണ്ണമായിട്ട് സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സർവകലാശാലാ തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ രീതിയെ തന്നെ അടിസ്ഥാനപരമായി നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് നേരത്തെ UGCയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കായാലും കേന്ദ്ര സ്ഥാപനങ്ങൾക്കായാലും ഫണ്ടിംഗ് ആണ്.
ആ ഫണ്ടിങ്ങിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന UGC നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ UGC നടപ്പിലാക്കി, UGC പരിഷ്കരണം നടപ്പിലാക്കി, 7th പേ നടപ്പിലാക്കി. 5 പൈസ കേരള സംസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ടോ? 5th പേ കമ്മീഷനിൽ 90%, അതായത് അഡീഷണൽ ചെലവിൻ്റെ 90% ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ 6th പേ കമ്മീഷൻ വന്നപ്പോൾ 80% ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 7th പേ വന്നപ്പോൾ 5 പൈസ ഒരു സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരും അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമ്മൾ പിന്നെ പത്രത്തിലുമൊക്കെ വന്നതാണ്, വിവിധ പിന്നെ വേദികളിൽ അത് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉള്ള, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫെലോഷിപ്പുകൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ FDP പദ്ധതി, അതുപോലെ റിസർച്ച് ഫെലോഷിപ്പുകൾ, അതുപോലെ തന്നെ പിന്നെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള, ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ കേന്ദ്ര ഗ്രാൻറ്റ് പൂർണ്ണമായിട്ടും പിൻവാങ്ങിക്കൊണ്ട്, അതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടാണ് ഈ UGC ഇപ്പോൾ ഇത്തരത്തിലുള്ള നയങ്ങളുമായിട്ട് ഇത് ഈ പറയുന്ന കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇത്രയും റെഗുലേഷൻ ഇറക്കിയിട്ടുള്ളത്.